നമസ്കാരം. മൃഗങ്ങളിൽ പോലും ജാതിയും മതവും നോക്കിക്കാണുന്ന ശവങ്ങൾ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, മനുഷ്യരാണെങ്കിൽ അല്പമെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. മൃഗങ്ങൾക്ക് എന്ത് ജാതി, എന്ത് മതം? എന്തായാലും ഇപ്പൊ പുതിയ വന്ന ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അക്ബർ എന്ന സിംഹത്തിന്റെ കൂടെ സീത എന്ന സിംഹത്തെ താമസിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് VHP. ഞാനൊന്ന് ചോദിക്കട്ടെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്രത്തോളം മതഭ്രാന്ത് നിങ്ങളുടെ തലയിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യരാണ് എന്ന് പറയുന്നത് തന്നെ ലജ്ജാവഹമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യന്മാരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ശവങ്ങളോട്, ചത്ത ശവങ്ങളോട്, മനസ്സ് മരവിച്ച് ചീഞ്ഞു നാറിയ ചത്ത് ശവങ്ങളായ ഈ ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഇവിടെ ഇവരുടെ ഉദ്ദേശം, ഇവർ നോക്കിക്കാണുന്നത് പേരുകളിൽ പോലും ജാതിയും മതവുമാണ്. മൃഗങ്ങൾക്ക് എന്ത് ജാതി, എന്ത് മതം? മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയിരിക്കുകയാണ് നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ ചില ശവങ്ങളായിട്ടുള്ള മനുഷ്യര് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമന്റെ കൂടെ സീതയെ താമസിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് ഹിന്ദു മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? അപ്പൊ ഇവരും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇവര് പറയുന്നത് ഇവർക്ക് മതഭ്രാന്ത് മൂത്തിട്ടാണ്. അത് കരുതിയിട്ട് നിങ്ങളും അതേ തട്ടിൽ അവരുടെ മതങ്ങളെ ഉപദ്രവിക്കുകയാണ് വേണ്ടത്? അതോ ഈ പറയുന്ന മതം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇവർക്കെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് എതിർക്കുകയാണ് വേണ്ടത്? അതാണല്ലോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മതവർഗീയവാദികളെ നമ്മളുടെ നാട്ടിൽ നിന്നും തറ പറ്റിക്കാൻ വേണ്ടി, ഇവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തറ പറ്റിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ജനാധിപത്യ രാജ്യമാക്കി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവർ ഈ പറയുന്ന ഓരോ പേരിനനുസരിച്ച് അവരുടെ ദൈവങ്ങളുടെ പേര് കൂട്ടി വെച്ചുകൊണ്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഇടുന്ന ഓരോ പോസ്റ്റിനും അവരുടെ വിശ്വാസികളായ ആളുകൾ ഇവരിലേക്ക് അടുത്തു പോകും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവരുടെ ഉദ്ദേശവും അത് തന്നെയാണ്. വിശ്വാസികളെ മറ്റു മതവിശ്വാസികളിൽ നിന്നും ജനാധിപത്യത്തിൽ നിന്നും അകറ്റി നിർത്തിയിട്ട് മതഭ്രാന്തിലേക്ക് തള്ളിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് BJPയും RSSും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഓരോ വിഷയത്തിലും മതഭ്രാന്ത് കുത്തിക്കയറ്റിയിട്ട് അതെല്ലാം വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. കഴിയുമെങ്കിൽ ഈ പറയുന്ന സംഖ്യകളും RSSും BJPയും എല്ലാം കാട്ടിക്കൂട്ടുന്ന മതവർഗീയ ഭ്രാന്തികളിൽ അവരുടെ മതങ്ങളെ വലിച്ചിടാതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.